പറയാൻ വേണ്ടി പോകാറ്. അപ്പോൾ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹുവിൻ്റെ കഥാപ്രസംഗം പറയാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി. ഉദ്ഘാടനം ചെയ്യാൻ ഒരു ഉസ്താദ് വന്നു. ആകെ 5 മിനിറ്റ് കഥയുള്ളൂ. ഞാനത് നീട്ടിപ്പരത്തി ഒരു 3 മണിക്കൂറാക്കിയിട്ടൊക്കെ ചെന്നിരിക്കുന്നു. ഉസ്താദ് ഉദ്ഘാടനത്തിന് മുമ്പ് പറഞ്ഞു, നമ്മളിവിടെ പറയാൻ പോകുന്ന കഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ അയാളെ മുഖത്ത് പോയി, പടച്ചോനെ ഇയാളിത് പറഞ്ഞു കളയും. അത് അയാൾ മുഴുവൻ പറഞ്ഞു. ആ കഥയാണ് ഉസ്താദ് ഇവിടെ പറയാൻ വന്നിരിക്കുന്നത്. ഞാനിനി എന്താണ് പറയുക? അതേപോലെ ബഹുമാനപ്പെട്ട ഫൈസൽ മാഷി എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ലാസ്റ്റ് ഭാഗത്താണ് കയറി വന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ച അതിൻ്റെ ബാക്കി പറയുക എന്ന് പറയുമ്പോൾ പണ്ട് പ്രസംഗന്മാരൊക്കെ മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ പറയേണ്ടി വരും. അപ്പോൾ ഏതായാലും ഫൈസൽ മാഷുള്ള കാലത്ത് ജീവിക്കാൻ പറ്റിയത് തന്നെ വലിയ അനുഗ്രഹമായിട്ട് കാണുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പാട്ട് എഴുതാൻ പറ്റുക എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിട്ടൊരു പാട്ട് എഴുതിയാൽ ഒരു മനുഷ്യൻ കേൾക്കുകയില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടാവുകയില്ല. ഇദ്ദേഹം ഉള്ളപ്പോൾ പാട്ട് എഴുതാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞങ്ങളെ ഈ ഫീൽഡിലുള്ളവരൊക്കെ കരുതുന്നു. ഏതായാലും നമുക്ക് ഞാൻ എഴുതിയ 1-2 സൂഫി ഗാനമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്ന നിങ്ങൾക്കത് അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല. എനിക്ക് എൻ്റെ പാട്ടുകൾക്ക് ഞാൻ തന്നെ ഇട്ട പേരാണ് സൂഫി ഗാനങ്ങളെന്ന്. അതതിൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ബഹുമാനപ്പെട്ട ഇത് താനൂരാണ്. ബിച്ചിക്കോയ തങ്ങൾ നടന്നു പോയ മണ്ണാണ്. താനൂരും ബിച്ചിക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ സൂഫി ഗായകൻ ഈ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവാം. ഈ ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ചവിട്ടി നിന്നിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഞെരിഞ്ഞമർന്ന മണൽത്തരികളാണ് താനൂരിൻ്റെ ഓരോ മണൽത്തരിയും. ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പരിസരത്തുള്ള ഒരു ഇലക്ക് പോലും സംഗീതമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പരിസരത്ത് അടിച്ചു വീശുന്നൊരു കാറ്റിന് പോലും സൂഫി ഗാനത്തിൻ്റെ മധുരമുണ്ടാകും. അത്രയും മഹാരഥന്മാർ ജീവിച്ച മണ്ണിൽ വന്നിട്ട് ഞാനൊക്കെ ഒരു സൂഫി ഗാനം പാടുക എന്നുള്ളത് വലിയൊരു അനീതി തന്നെയാണ്. എന്നാലും ഏൽപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് 2 വരി നിങ്ങൾക്ക് മുമ്പിൽ പാടാം. ആദ്യമായിട്ട് മരിക്കുവാൻ എന്താണ് പേടി എന്നുള്ള പാട്ട് ഞാൻ ഏതോ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ അങ്ങനെ എഴുതിയതാണ്. മരിക്കുവാൻ എന്താണ് പേടി, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ എന്നുള്ള ആ പാട്ടൊക്കെ കേട്ട് വളർന്ന നമുക്ക് എങ്ങനെയാണ് ഖബറെന്ന് കേട്ടാൽ ചിരിക്ക് എന്ന് പാടാൻ കഴിയുക എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഖബറെന്നു കേട്ടാൽ ചിരിക്ക്, മുൻകർ നക്കീറിനെയും സൽക്കരിക്ക്, ആഹ്ലാദത്തോടെ നീ ജീവിച്ചു മരണഭയത്തെ കരിക്ക്. കരിക്കെന്ന് പറഞ്ഞാൽ കുടിക്കണ കരിക്കൊന്നുമല്ല, അതിനെ കരിച്ചു കളയും. നീയും മരിക്കുന്ന മുന്നേ മരിക്ക് എന്നുള്ള ആ പാട്ട് ബഹുമാനപ്പെട്ട ഫൈസൽ മാഷ് അവിടെ പാടി. അതിങ്ങനെയാണ് തുടക്കം. മരിക്കുവാനെന്താണു പേടി, മുമ്പും മരിച്ചതല്ലേ ജനക്കോടി, മരമായി മുളയ്ക്കും എന്നറിവുള്ള വിത്തിന് മണ്ണിനകം മലർവാടി, പിന്നെ മരിക്കുവാനെന്താണു പേടി. ആ പാട്ട് ഞാനിവിടെ പാടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഞാൻ എഴുതിയ പാട്ടാണെങ്കിലും എനിക്ക് പാടാൻ പറ്റിയ പാട്ടുകൾ ഞാൻ തന്നെ ട്യൂൺ ചെയ്തിട്ടാണ് പാടാറ്. കാരണം ഇത് ട്യൂൺ ചെയ്ത് വേറെ ഒരു ബഹുമാനപ്പെട്ട അരീക്കോട് മുഹമ്മദ് കുട്ടിക്ക് ട്യൂൺ ചെയ്ത് ഞാൻ എഴുതിയൊരു പാട്ട്. അത് വലിയ ഗായകന്മാർക്ക് വേണ്ടി അദ്ദേഹം ട്യൂൺ ചെയ്തതാണ്. എനിക്ക് അങ്ങനത്തെ പാട്ടൊന്നും വലിയ പാട്ടുകളൊന്നും പാടാൻ അജ്ഞത, അത് സമ്മതിക്കാനൊരു മടിയും എനിക്ക് എവിടെയില്ല. അപ്പം ഞാൻ ട്യൂൺ ചെയ്ത 1-2 പാട്ടുകൾ ആണ്. ബദർ നമ്മുടെ സ്വദറിലാദ്യം നടക്കണം, ആ ബഹറു നീന്തി ടക്ക
നീന്തിയിട്ടക്കരയ്ക്കു കടക്കണം. ബദർ നമ്മുടെ സ്വദറിലാദ്യം നടക്കണം. ആ ബഹറു നീന്തിയിട്ടക്കരയ്ക്കു കടക്കണം. സ്വബറതെന്നൊരു ശീലമാൽ കൊടി കെട്ടണം. സ്വബർ എന്ന് പറഞ്ഞ ക്ഷമ. ബദറിനെ ഒരു യുദ്ധമായിട്ട് അവതരിപ്പിക്കാതെ, ഒരു അതിഗംഭീരമായ ഒരു സൈനിക സംഘട്ടനമായിട്ട് അവതരിപ്പിക്കാതെ, സൂഫികൾ അതിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന നന്മയും തിന്മയും നല്ലതും തീയതും ചിന്താഗതികൾ നടക്കുന്ന ഒരു സംഘട്ടനമായിട്ടാണ് സൂഫികൾ അതിനെ പഠിപ്പിക്കുന്നത്. അപ്പം അതൊന്ന് പാട്ടാക്കാൻ തോന്നിയപ്പോൾ വന്ന വരികളാണ്: സ്വബറതെന്നൊരു ശീലമാൽ കൊടി കെട്ടണം. കിബ്റതെന്ന ബുജാഹിലിൻ തലവെട്ടണം. ബദർ നമ്മുടെ സ്വദറിലാദ്യം നടക്കണം. ബഹറു നീന്തിയിട്ടക്കരയ്ക്കു കടക്കണം. സ്വബറതെന്നൊരു ശീലമാൽ കൊടി കെട്ടണം. കിബ്റതെന്ന ബുജാഹിലിൻ തലവെട്ടണം. ബദിര ദുർമോഹങ്ങളെന്ന കുഫാറിനെ തുരത്തണം. ഭദ്രമായണി ചേർന്നു നിന്നിട്ടൈക്യബോധമുണർത്തണം. ബധിര ദുർമോഹങ്ങളെന്ന കുഫാറിനെ തുരത്തണം. ഭദ്രമായണി ചേർന്നു നിന്നിട്ടൈക്യബോധമുണർത്തണം. ധൈര്യമെന്നൊരു ഹംസ മുന്നണി കാക്കണം. ധൈര്യമെന്നൊരു ഹംസ മുന്നണി കാക്കണം. അലി എന്ന ദൃഢവിശ്വാസമുള്ളിൽ പൂക്കണം. ധൈര്യമെന്നൊരു ഹംസ മുന്നണി കാക്കണം. അലി എന്ന ദൃഢവിശ്വാസമുള്ളിൽ പൂക്കണം. ബദർ നമ്മുടെ സ്വദറിലാദ്യം നടക്കണം. ആ ബഹറു നീന്തിയിട്ടക്കരയ്ക്കു കടക്കണം. സ്വബറതെന്നൊരു ശീലമാൽ കൊടി കെട്ടണം. കിബ്റതെന്ന ബുജാഹിലിൻ തലവെട്ടണം. ബദറിലെ ഓരോ രംഗങ്ങളും അറിയുന്ന ആളുകൾ ഏത് അബൂജഹലിന്റെ തലയാണ് നമ്മൾ വെട്ടേണ്ടത്? ബദറെന്നോ കഴിഞ്ഞു പോയല്ലോ. ഇവിടെ ഓരോ കാലത്തും ഓരോ അബൂജഹലുകൾ അവതരിക്കുമായിരിക്കാം. പക്ഷെ ഓരോ അബൂജഹലിനെയും തിരഞ്ഞു പിടിച്ച് അവരുടെ തല വെട്ടേണ്ടതൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അഹങ്കാരമാകുന്ന ഞാനെന്ന ഭാവം ഒരു അബൂജഹലായിട്ട് നമ്മുടെ നന്മകളോട് മുഴുവൻ പടവെട്ടി, നമ്മുടെ എല്ലാ ചിന്താഗതികളോടും നല്ല നല്ല ചിന്താഗതികളോട്, കരുണയോട്, ആർദ്രതയോട്, വാത്സല്യത്തോട്, അനുകമ്പയോട് ഒക്കെ പടവെട്ടാൻ അഹങ്കാരമാകുന്ന, അല്ലെങ്കിൽ തന്നിഷ്ടമാകുന്ന, അല്ലെങ്കിൽ താൻ പോരിമയാകുന്ന അബൂജഹലുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവതരിക്കും ഓരോ കാലത്തും, അല്ലേ? ഉണ്ടാവില്ലേ? ആ അബൂജഹലിൻ്റെ, നമ്മുടെ അഹങ്കാരമാകുന്ന അബൂജഹലിന്റെ തലയാണ് വെട്ടേണ്ടതെന്നാണ് സൂഫികൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സ്വബറതെന്നൊരു ശീലമാൽ കൊടി കെട്ടണം. സ്വബറതെന്നൊരു ശീലമാൽ കൊടി കെട്ടണം. കിബ്റതെന്ന അബൂജഹലിൻ തലവെട്ടണം. ബദർ നമ്മുടെ സ്വദറിലാദ്യം നടക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ബദർ നടക്കണമെന്നുള്ള ആ പാട്ടിൽ കുറേ വരികളുണ്ട്. എല്ലാം കൂടെ ഇപ്പോൾ പാടാൻ ടൈമില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ക് എന്നുള്ള പാട്ടിൻ്റെ 4 വരിയും കൂടെ പാടാം. ബദറിൽ വളരെ ശ്രദ്ധേയമായ ഒരു 4 വരി ഞാനൊന്നൊക്കെ കാണാണ്ട് പഠിക്കാത്തത് കൊണ്ട്, ഒരുപാട് പാട്ടുകളുള്ളത് കൊണ്ട്
ഏതൊക്കെ പാട്ട് പാടണം എന്നുള്ള കൺഫ്യൂഷനുള്ള. അപ്പം വിചാരിക്കും കുറേ പാട്ടുണ്ടെന്ന്. ഇല്ല, ആകെ 4-5 പാട്ടേ ഉള്ളൂ. ഈ 5 പാട്ടിൽ ഏതൊക്കെ വരികൾ പാടണം എന്നുള്ള കൺഫ്യൂഷനാണുള്ളത്. ഏതായാലും തെരഞ്ഞിട്ട് കാണുന്നില്ല. ഉണ്ട്. ബോറടിക്കുണ്ടോ? അപ്പൊ ബദറില് ചരിത്രം അറിയുന്നവർക്കറിയാം, ബോറടിച്ചാലും കുറച്ച് സമയം എന്നെ നിങ്ങൾ സഹിച്ചേ തീരും. കാരണം നിങ്ങൾക്ക് കേട്ടുപരിചയമില്ലാത്ത ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ ഒരു ഖൈമ, ഒരു മരത്തിന്റെ തണലിൽ ഇരുത്തി ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ബദറിൽ എന്നാണ് ചരിത്രം, അല്ലേ? ബദർ കേട്ടവർക്കറിയാം. അപ്പൊ അതിനെ സൂഫികൾ പറയുന്നത് ഖോജബേദാംബർ മുഹമ്മദ് തമ്പിലേറ്റിരുത്തണം, ഖോജബേദാംബർ മുഹമ്മദ് തമ്പിലേറ്റിരുത്തണം, സത്യവിശ്വാസത്തെ സ്വിദ്ദീഖാക്കി കൂടെ നിറുത്തണം. സുദ്ദീഖ് എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വെറുമൊരു വ്യക്തിയായിട്ടല്ല അവതരിപ്പിക്കുന്നത്. സുദ്ദീഖിനെ സത്യവിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. സത്യവിശ്വാസത്തെ സുദ്ദീഖാക്കി കൂടെ നിറുത്തണം, വാള് കുന്തം ബദറിലേറ്റം കുറവടോ, വാള് കുന്തം ബദറിലേറ്റം കുറവടോ. വാള് കുന്തം ഇതൊക്കെ സാക്ഷാൽ ബദറിൽ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? 6 വാളും 9 കുന്തം. ഇതുവരെ യുദ്ധ